കേരളത്തിൻ്റെ 69ാം പിറന്നാൾ ദിനം നവംബർ 1 ചരിത്രത്തിൽ അവിസ്മരണീയമായ ഒരു കേരളപ്പിറവി ദിനമായി മാറിയിരിക്കുകയാണ്. ഇന്ത്യയിൽ ആദ്യമായി, ലോകത്ത് തന്നെ ചൈന കഴിഞ്ഞ രണ്ടാമത്തെ അതിദാരിദ്ര്യ നിർമ്മാർജ്ജനം ചെയ്യുന്ന പ്രദേശമായി കേരളം മാറിയത് ഈ നവംബർ 1-നാണ്. അതിദാരിദ്ര്യ നിർമ്മാർജ്ജനം ഈ സർക്കാരിൻ്റെ പ്രഖ്യാപിതമായ ലക്ഷ്യമായിരുന്നു. രണ്ടാം പിണറായി സർക്കാർ അധികാരമേറ്റ് ആദ്യം ചേർന്ന മന്ത്രിസഭാ യോഗമെടുത്ത ഒന്നാമത്തെ തീരുമാനമായിരുന്നു. ആ തീരുമാനമെടുത്ത ദിവസം തന്നെ മെയ് 25-ന് വൈകുന്നേരം പത്രസമ്മേളനത്തിൽ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി സഖാവ് പിണറായി വിജയൻ ഈ കാര്യം പ്രഖ്യാപിച്ചതാണ്. 2025 നവംബർ 1 ആകുമ്പോഴേക്കും കേരളത്തെ അതിദാരിദ്ര്യമുക്തമാക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു പദ്ധതി നടപ്പാക്കാൻ ഇന്ന് മന്ത്രിസഭ തീരുമാനിച്ചു എന്ന് അദ്ദേഹം അന്ന് പ്രഖ്യാപിച്ചതാണ്. ആ സന്ദർഭത്തിൽ തദ്ദേശ സ്വയംഭരണ വകുപ്പിനാണ് അതിൻ്റെ ചുമതല. അതിൻ്റെ മന്ത്രി സഖാവ് എം വി ഗോവിന്ദൻ മാഷായിരുന്നു. പ്രാരംഭ പ്രവർത്തനങ്ങളെല്ലാം ഉടൻ തന്നെ ആരംഭിച്ചു. അതിദാരിദ്ര്യം നിർവചിക്കാനും അതിദരിദ്രരെ കണ്ടെത്താനുമുള്ള വിപുലമായ പ്രവർത്തനങ്ങളാണ്, ഞാൻ അത് മുഴുവൻ ഇവിടെ വിശദീകരിക്കുന്നില്ല, അന്ന് നടന്നത്. 5 തലങ്ങളിലുള്ള പരിശോധനകൾ. തദ്ദേശ സ്ഥാപന തലത്തിലെ വിവരശേഖരണം, ആ വിവരശേഖരണത്തിൻ്റെ അടിസ്ഥാനത്തിലുള്ള ഫോക്കസ് ഗ്രൂപ്പ് ചർച്ചകൾ, ഫോക്കസ് ഗ്രൂപ്പ് ചർച്ചകളുടെ അടിസ്ഥാനത്തിൽ ഓരോ വാർഡ് തലത്തിലും ഉണ്ടാക്കിയ ജനകീയ സമിതികൾ പരിശോധിച്ച് ഒരു ലിസ്റ്റ് തയ്യാറാക്കൽ, ജനകീയ സമിതികൾ പരിശോധിച്ച് തയ്യാറാക്കിയ ലിസ്റ്റ് ഗ്രാമസഭയിൽ അവതരിപ്പിച്ച് ഗ്രാമസഭ അംഗീകരിക്കൽ, ഗ്രാമസഭ അംഗീകരിച്ച പട്ടിക ആക്ഷേപാഭിപ്രായങ്ങൾ അറിയാൻ പ്രസിദ്ധീകരിക്കൽ, അതും കഴിഞ്ഞ് ഓരോ തദ്ദേശ സ്ഥാപനത്തിൻ്റെയും ഭരണസമിതി, പഞ്ചായത്ത് ബോർഡ്, മുനിസിപ്പൽ കൗൺസിൽ ചേർന്ന് ഈ പട്ടിക അംഗീകരിച്ച് ആണ് അതിദരിദ്രരെ നിർണയിച്ചത്. എല്ലാ ജില്ലയും അതിദാരിദ്ര്യമുക്തമായി പ്രഖ്യാപിച്ച ശേഷമാണ് നവംബർ 1-ന് കേരളത്തെ അതിദാരിദ്ര്യമുക്തമാക്കിയത്.